നോബൽ മാരിക്കാരനുണ്ട് ജമ്മുവിൽ നിന്നും തത്സമയം ചേരും. നോബൽ മാരിക്കാരനും നന്ദു പേരാമ്പ്രയുമാണ് ജമ്മുവിലുള്ളത്. നോബൽ, നേരത്തെ ശ്രീനഗറിൽ ആദിൽ പാലോട് ചില കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നു. അതേപോലെ ജമ്മുവിലും ജീവിതം സാധാരണ നിലയിലേക്കൊക്കെ മടങ്ങി തുടങ്ങിയോ? ജമ്മു സാവധാനം അതിൻ്റെ താളം വീണ്ടെടുത്തു തുടങ്ങിയോ നോബൽ? അരുൺ, ജമ്മു സാവധാനം അതിന്റെ താളം വീണ്ടെടുക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. നമ്മളുള്ളത് ജമ്മുവിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിലാണ്. ജമ്മു ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. വളരെ നാമമാത്രമായ ബസ്സുകൾ മാത്രമാണ് നമുക്ക് ഈ സ്റ്റാൻഡിൽ കാണാൻ കഴിയുള്ളൂ. വരലുണ്ടാവുന്നത് പ്രത്യേകിച്ച് 5 ബസ്സുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. നിരവധി ബസ്സുകൾ രാവിലെ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ശ്രീനഗർ, അതോടൊപ്പം തന്നെ രജൌരി, പൂഞ്ച്, അതോടൊപ്പം തന്നെ മറ്റ് മാഞ്ചാക്കോട്ട് അടക്കമുള്ള സുന്ദർബനി അടക്കമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടെ നിന്ന് ബസ്സുകൾ പോകുന്നതാണ്. പക്ഷെ ബസ്സുകളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു, ആളുകളെ കാത്തിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ആളുകൾ എത്തുന്നതിൽ വലിയ കുറവുണ്ട്. പ്രത്യേകിച്ച് ഈ സാഹചര്യം അങ്ങോട്ട് ശരിയായി വരുന്നതേ ഉള്ളൂ എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ആളുകൾ അധികം പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ കടകമ്പോളങ്ങളൊക്കെ തുറന്നു തന്നെയാണ് കിടക്കുന്നത്. കടകൾ തുറന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട്, മറ്റ് ഷോട്ടുകൾ തുറന്നിട്ടുണ്ട്. അത്തരത്തിൽ ബാക്കി സംവിധാനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കും. നമുക്ക് പിന്നിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കടകളൊക്കെ കാണാൻ കഴിയും. കടകളൊക്കെ തുറന്ന് രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വലിയ കുറവ് അനുഭവപ്പെടുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. രാവിലെ തന്നെ കടകളിൽ സാധനങ്ങൾക്ക് അടുക്കി വയ്ക്കുന്ന ആളുകളോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരൊക്കെയാണ് എന്താണെങ്കിലും ഉള്ളത്. അത്തരത്തിൽ ആളുകളൊക്കെ എന്താണെങ്കിലും ഇവിടെ സജീവമാകുന്നു. പക്ഷേ എങ്കിൽ പോലും ആളുകൾ എത്താത്ത, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് കൃത്യമായി തന്നെ ആളുകൾ എത്താത്തതുകൊണ്ട് വലിയ പ്രതിസന്ധിയുണ്ട്. ബസ് जाता है श्रीनगर टाइम में बस में फुल अभी नहीं है, माहौल खराब की वजह से सवारी नहीं है, बंदे नहीं है. ये हालत के पहले कितना बजे जाएगा बस? पहले तो ये 7:30 8 बजे चला जाता था, सवारी हो जाती थी. अब सुबह का लगा है, सवारी नहीं है, खड़ी है. एक दिन में कितना ट्रिप जाएगा? पहला टाइम 7 बजे जाती है, 10 गाड़ी जाती है आर्टिस्ट की. अभी एक भी नहीं गई. ഇതാണ്ടൊരു വ്യത്യാസം. അതായത് രാവിലെ 8 മണി 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് ബസ് നിറച്ച് ആളുകളുമായി ശ്രീനഗറിലേക്ക് പോകാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ബസ് ഇപ്പോഴും ഇവിടെ ഏറെക്കുറെ 10 മണി പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ബസ് ഇവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം ആളുകൾ എത്തുന്നില്ല. അത്തരത്തിൽ പൊതുവേ ഒരു താളം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് താളത്തിലേക്ക് വീണ്ടെടുക്കുന്നത് മാത്രമുള്ളൂ ജമ്മു. കാരണം ജമ്മുവിലൊക്കെ വലിയ തരത്തിൽ പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ജമ്മു, സാംബ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രജൌരി, പൂഞ്ച്, ഒപ്പം സുന്ദർബനിയൊക്കെ അടക്കമുള്ള മാഞ്ചാക്കോട്ട് അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ വലിയ തരത്തിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ വലിയ ആക്രമണങ്ങൾ, പാകിസ്ഥാന്റെ വലിയ പ്രകോപനങ്ങളൊക്കെ ഇവിടുത്തെ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഇപ്പോഴും ഒരു വിമുഖത ഉണ്ടാക്കിയിട്ട്, അത് മാത്രമല്ല പലയിടത്തും പ്രത്യേകിച്ച് നമ്മൾ പൂഞ്ചിനെ രജൌരിനെ കണ്ടതാണ് സാഹചര്യം. എന്താണ് പൂഞ്ചിലെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ പോയപ്പോൾ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും ഷെല്ലാക്രമണത്തിൽ തകർന്ന കാഴ്ചയായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ആ മേഖല വീടുകൾക്കൊക്കെ വലിയ തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. സ്വാഭാവികമായും ആളുകൾക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതിൽ ഇപ്പോഴും പരിമിതികളും അതോടൊപ്പം ചില ആശങ്കകളും ഒക്കെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഏതാണെങ്കിലും ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ജമ്മു സാധാരണയിലേക്ക് എത്താൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആളുകളുടെ ഒരു സാന്നിധ്യം ടൗണിൽ കുറവാണ്. പക്ഷേ കടകമ്പോളങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾ കടകളൊക്കെ തുറന്നിരിക്കുകയാണ്. ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ കച്ചവടം നടക്കും. അത്തരത്തിൽ ഒരു അവരുടെ വരുമാന ജീവിതം നേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ ഒരു അത്തരത്തിലൊരു പ്രതീക്ഷയോടെയാണ് എല്ലാവരും കടകൾ തുറന്നിരിക്കുന്നത്. അത് മാത്രമല്ല സാധാരണഗതിയിൽ ഈ ജമ്മുവിലേക്ക് ട്രെയിൻ കയറി എത്തി ഇവിടെ നിന്ന് ശ്രീനഗറിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ കാഴ്ചകളൊന്നും ഇപ്പോഴില്ല. ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് ശ്രീനഗറിലേക്കാണെങ്കിൽ ടൂറിസ്റ്റുകൾ ഒട്ടും തന്നെ എത്തുന്നില്ല. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ജമ്മുവിനെയും അത് പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഒരു സാഹചര്യം അത് തീർച്ചയായും വളരെ മോശമാണ്. അതിനുശേഷം ഇത്തരത്തിൽ ഈ പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങളും അത്തരത്തിൽ പാക് പ്രകോപനമൊക്കെ കൂടിയതോടെ അത് വളരെ മോശമായി മാറിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണെങ്കിലും ജമ്മു ബസ് സ്റ്റാൻഡിലെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും സാധാരണ നിലയിലേക്ക് ജനം തിരിച്ചെത്താൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഈ ബസ് സ്റ്റാൻഡ് നമുക്ക് കാണിച്ചു തരുന്ന കാഴ്ച. അതോടൊപ്പം അവരുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. ഓക്കെ, താങ്ക് യു നോബിളാണ് ജമ്മുവിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ബസ്സുകൾ ഓടിത്തുടങ്ങുന്നു, പക്ഷേ ബസ്സിൽ കയറാൻ ആളില്ല. അതാണ് അവസ്ഥ. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ബസ് യാത്രയാണ്. രാവിലെ 7 മണിക്കൊക്കെ പുറപ്പെടേണ്ട ബസ്സാണ്. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. ബസ് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. കാരണം എന്താ? ബസ്സിൽ കയറാൻ ആളില്ല. ശ്രീനഗറിലോട്ട് പോകാൻ ആളില്ലാത്തൊരവസ്ഥയാണ്. ജമ്മുതാവിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് എത്തി അവിടെ നിന്ന് റോഡ് മാർഗം ശ്രീനഗറിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ആൾക്കാർ വരാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, ബസ്സിന് പോകാൻ കഴിയുന്നില്ല.